എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കണം. എനിക്കിപ്പോ സമയമില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാം. ഇപ്പൊ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല ശിവാനി. എന്നുവെച്ചാ എന്ത് കാര്യ പറയാനുള്ളത്? തൃശൂൽ, എന്തിനാ വാതിലടച്ചത്? വാതിൽ തുറക്ക്. നിന്റെ അടുത്ത് കുറച്ചേരം സംസാരിക്കണമെന്ന് പറഞ്ഞില്ല ഞാൻ. അതിന് വാതിൽ എന്തിനാ അടയ്ക്കുന്നേ? നീ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ തന്നെ വാതിൽ തുറക്കും. ശിവാനി, ഇത് എന്തൊക്കെയാ നീ കാണിക്കുന്ന? പ്ലീസ് ശിവാനി. തൃശൂൽ, എന്തൊക്കെയാ നീ കാണിക്കുന്നേ? എന്റെ കയ്യിൽ നിന്ന് വിട്. കല്യാണ പെണ്ണിന്റെ റൂമിലേക്ക് കയറി വരികയും ചെയ്തിട്ട് വാതിൽ അടച്ചിട്ട് സംസാരിക്കാനുണ്ടെന്നാണോ പറയുന്നത്? ആരെങ്കിലും കണ്ട എന്താ വിചാരിക്ക? ഇല്ല ശിവാനി, ഇവിടെ ആരും ഇല്ല. എല്ലാവരും മണ്ഡപത്തിനടുത്ത്. ഓ, ആരുമില്ലെന്ന് അറിഞ്ഞോണ്ട് തന്നെ വന്നിരിക്കുകയാണല്ലേ നീ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ പ്രണയം നഷ്ടപ്പെടാൻ പാടില്ല, അതാണ് ഉദ്ദേശം. പിന്നെ തുടങ്ങിയോ നീ? രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. ഇന്നെന്റെ കല്യാണമാണ് തൃശൂൽ. കുറച്ചു നേരത്തിനുള്ളിൽ ത്രിവിക്രം എന്റെ കഴുത്തിൽ താലി ചാർത്താൻ പോവാ. ഇപ്പോഴും ഓരോന്ന് പറഞ്ഞ് നീ എന്നെ വേദനിപ്പിച്ചോണ്ടിരിക്കാണല്ലോ. ഞാൻ വേദനിപ്പിച്ചുകൊണ്ടിരിക്കല്ല ശിവാനി, വേദനിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടി വേറൊരാളുടെ കൂടെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് അറിയുമ്പോഴുള്ള വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്ലീസ്, വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കണ്ട നീ. ശിവാനി, ഞാൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയല്ല. സത്യം പറ, നിന്റെ മനസ്സിൽ എന്നോട് പ്രണയമില്ലേ? കതിർ മണ്ഡപത്തിലേക്ക് കയറാൻ തയ്യാറായി നിൽക്കുന്ന പെണ്ണിനോട് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? നോക്ക് തൃശൂൽ, എനിക്ക് ഒരിക്കൽ പോലും നിന്നോട് പ്രേമം തോന്നിയിട്ടില്ല. നീ പറയുന്നത് കള്ളോ? നിന്റെ മനസ്സിൽ എന്നോട് പ്രണയമുണ്ട്, അതെനിക്കറിയാം. നിനക്ക് ഞാനെന്ന് വെച്ച ജീവനല്ലേ? എന്തിനെങ്ങനെ ചിരിക്കുന്ന ശിവാനി? നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാ പിന്നെ ചിരിക്കല്ലാതെ വേറെ എന്താ ചെയ്യേണ്ടത് ഞാൻ? എന്റെ വേദന കാണുമ്പോൾ നിനക്ക് ചിരി വരുന്നുണ്ടോ? നിന്റെ വേദനയല്ല എനിക്ക് ചിരി ഉണ്ടാക്കുന്നത്, നിന്റെ വാക്കുകളാണ് എന്നെ ചിരിപ്പിക്കുന്നത്. എന്റെ മനസ്സിൽ നിന്നോടായിരുന്നു ഇഷ്ടമെങ്കിൽ ഞാൻ എന്തിനാ വെറുതെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നേ? എന്റെയും ത്രിവിക്രമന്റെയും കല്യാണം ഇങ്ങ് അടുത്തെത്തിയിട്ടും ഞാൻ ഇങ്ങനെ സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ? ആ സന്തോഷവും ഉത്സാഹമൊക്കെ നിന്റെ മുഖത്തുണ്ടാവായിരിക്കും, പക്ഷെ നിന്റെ ഹൃദയത്തിലുള്ളത് ഈ ഞാനാ. ഇല്ല ഇല്ല ഇല്ല, എന്റെ ഹൃദയത്തിൽ നീ ഇല്ല. സത്യമായിട്ടും ഇല്ലേ? ശിവാനി, നീ മനസ്സ് തൊട്ട് പറ, നീ എന്നെ ഇതുവരെയായിട്ട് സ്നേഹിച്ചിട്ടില്ലെന്ന്. നീ എന്നെ ഒരിക്കലും പ്രണയിച്ചിട്ടേ ഇല്ലെന്ന്. നിന്റെ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനം പോലും ഇല്ലെന്ന്. ഇല്ല. എന്നോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ആകാശത്ത് ഐ ലവ് യു തൃശ്ശൂർ എന്ന് എഴുതി കാണിച്ചത്? ഇടയ്ക്കിടയ്ക്ക് എന്നെ അന്വേഷിച്ച് വന്നുകൊണ്ടിരുന്നത് എന്തിനായിരുന്നു? എന്റെ കയ്യില് ബുള്ളറ്റ് കൊണ്ട് മുറിവ് പറ്റിയ സമയത്ത് എന്റെ കൂടെ തന്നെ നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരുന്നത് എന്തിനാ? അതെന്തിനാ ശിവാനി? എന്റെ അടുത്ത് പ്രണയം തോന്നിയിട്ടേ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കെയർ ചെയ്ത്? നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഞാൻ അത് തന്നെ ചെയ്യായിരുന്നുള്ളൂ. അത് പ്രേമം കൊണ്ടല്ല തൃശൂൽ, മനുഷ്യത്വെന്ന് അതിന് പറയുന്നത്. പ്രണയത്തെ ഇപ്പൊ മനുഷ്യത്വന്ന് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ശരി വിട്, അതെല്ലാം വിട്ടേക്ക്. നിന്റെയും ത്രിവിക്രമന്റെയും എൻഗേജ്മെന്റ് ഞാൻ തടഞ്ഞു. അന്ന് നീ എന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ടു, പക്ഷെ വേറെ ഒന്നും തന്നെ നീ ചെയ്തില്ലല്ലോ. അതെന്തുകൊണ്ടാ? നിനക്ക് എന്നോട് തോന്നിയ വികാരം എന്തായിരുന്നു? കരുണ. പാവമല്ലേന്ന് വിചാരിച്ചിട്ടാ ഞാൻ ക്ഷമിച്ചത്. ഓഹോ, ഇപ്പൊ അതിനെ കരുണ എന്നുള്ള പേര് കൊടുത്തു. ശരി, അത് വിട്ടേക്ക്. പക്ഷെ നമ്മുടെ രണ്ടുപേരും അന്ന് ട്രിപ്പിന് പോയപ്പോ നമ്മുടെ രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെന്ന് എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചില്ലേ? നമ്മൾ അവിടെ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. ത്രിവിക്രം റോയോട് ഇവിടെ വന്ന് എല്ലാം തുറന്നു പറയുമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല. അതെന്താ? നമ്മുടെ ഭാര്യയും ഭർത്താവാകുന്നത് നിനക്ക് ഇഷ്ടമായിരുന്നോ? പിന്നെ ലോഡ്ജിൽ അന്ന് ഞാൻ പനി പിടിച്ചു കിടന്ന സമയത്ത് എന്നെ നോക്കിക്കൊണ്ടിരുന്നത് നീ തന്നെയല്ലേ? അന്ന് നിന്റെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന്? ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് നീ എന്റെ സുഹൃത്തായതുകൊണ്ട് മാത്രം, വേറൊന്നുമല്ല. ഇപ്പൊ നിന്റെ പ്രണയത്തിന് സുഹൃത്തെന്നുള്ള പേരും കൊടുത്തല്ലേ? ശിവാനി, നിന്റെ പ്രണയത്തിന് എത്ര പേര് കൊടുത്താലും എത്ര നിറം മാറ്റിയാലും അത് മാറാൻ പോകുന്നില്ല. അത് ഇതുപോലെ തന്നെ ഉണ്ടാവും. തൃശൂൽ, ഇപ്പോഴെങ്കിലും നിന്റെ ഈ കുട്ടികളെയൊക്കെ ഒന്ന് നിർത്തുന്നുണ്ടോ നീ? ഞാൻ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടിക്കളി. നീ പ്രണയിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയസ്. അത് കൊള്ളാലോ ശിവാനി, നന്നായിട്ടുണ്ട്.
പറഞ്ഞിരുന്നല്ലേ? അവന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എന്റെ കണ്ണു പൊട്ടിച്ച് അവൻ രക്ഷപ്പെട്ടു പോയതല്ലേ? അവൻ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഈ കല്യാണം എങ്ങനെ മുടങ്ങിയ പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കൂളാവും മരുമോനെ. ഞാനിവിടെ ഉണ്ടല്ലോ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവനെ എന്തായാലും ഞാൻ വെറുതെ വിടില്ല. അങ്ങളെ, അവൻ ഒരേ ഒരു ചാൻസ് കിട്ടിയാൽ മതി. അത് വെച്ച് അവൻ എന്ത് വേണമെങ്കിലും കാണിക്കും. ഈ കല്യാണം വരെ അവൻ മുടക്കിക്കളയും. ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നേ. നോക്കിക്കോ, അവനെ എങ്ങനെയാ കണ്ടുപിടിക്കാൻ പോകുന്നെന്ന്. കൂളായിട്ടിരിക്കും. തൃശൂൽ ഒരു തവണ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ എന്നെ എത്രമാത്രം പ്രണയിച്ചിരുന്നുവെന്ന്. ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നതിന് മുൻപേ നീ എന്റെ പിന്നാലെ നടക്കുമായിരുന്നു. ഞാൻ നിനക്ക് ഫോൺ ചെയ്യാറില്ലായിരുന്നു. നീ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് എന്നോട് സംസാരിക്കാൻ വരും. പക്ഷേ ഇപ്പൊ അതൊക്കെ കള്ളമായില്ലേ? പറയ് ശിവാനി, ഇപ്പൊ അതൊന്നും നിനക്ക് ഓർമ്മയില്ലല്ലേ? നീ സന്തോഷിച്ചിരിക്കുമ്പോ അത് ഷെയർ ചെയ്യാൻ ഞാൻ കൂടെ വേണം. നീ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിന്നെ സമാധാനിപ്പിക്കാനും ഞാൻ വേണം. നീ ദേഷ്യപ്പെടുമ്പോഴൊക്കെ നിന്റെ വഴക്ക് കേൾക്കാനും ഞാൻ തന്നെ വേണം. എന്നെ വേണം, ഞാൻ വേണം എന്ന വാക്കി തന്നെ പ്രണയം ഇരിക്കുന്നില്ലേ ശിവാനി? പറയ് ശിവാനി, പറയ്. ഞാൻ പ്രേമിച്ചത് എന്റെ ആ ത്രിവിക്രമനെയാ. ഒന്ന് വെറുതെ ഇരിക്കണ്ട ശിവാനി. നീ പ്രണയിക്കുന്നത് എന്നെ തന്നെയാണെന്ന് എനിക്കറിയാം. അല്ല, എന്റെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടെങ്കിൽ അത് ത്രിവിക്രമന് മാത്രം. അവനാണ് എന്റെ ആദ്യവും അവനാണ് എന്റെ അന്ത്യവും. ഓ, ഒന്ന് നിർത്തണ്ട ശിവാനി. എത്രയാന്ന് വെച്ച് നീ നിന്റെ മനസ്സിനെ കെട്ടിയിടും. നിന്നോട് സത്യമുള്ള പ്രണയമുള്ളത് എനിക്ക് മാത്രമാ, അവനില്ലത്. നിനക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതും എനിക്കാ. അതൊന്നും അവന് കഴിയില്ല. നിനക്ക് ഒത്തിരി ഇഷ്ടമുള്ള നാഗകർണിക പുഷ്പം കൊണ്ടുവന്നു തന്നത് ഞാനാ, അവനല്ലായിരുന്നു. നിനക്ക് വേണമെന്ന് പറഞ്ഞപ്പോ സുന്ദരിയെ നിനക്ക് കൊണ്ടു തന്നത് ഈ ഞാനാ, അല്ലാതെ അവനല്ല. നിന്റെ സന്തോഷങ്ങളിലും കൂടി ഉണ്ടായിരുന്നത് ഈ ഞാനാ, അവനല്ല. അങ്ങനെയാണെന്ന് നീ വിചാരിച്ചിരിക്കുന്നതാ തൃശൂൽ. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരി വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഉണ്ട്. അതൊരിക്കലും നീയല്ല, എന്റെ ത്രിവിക്രം മാത്രമാണത്. അതെന്തുകൊണ്ടാണെന്ന് പറ. ഇല്ല, അതൊന്നും എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല. പറയേണ്ട ആവശ്യവും എനിക്കില്ല. പറയാൻ പറ്റില്ലെന്നല്ല, പറയാനായിട്ടൊന്നും ഇല്ല. എന്റെ വായ അടപ്പിക്കാൻ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്റെ യഥാർത്ഥ രൂപം പുറത്തെടുക്കണോ ഞാൻ? ഭൂമിയിലേക്ക് ഞാൻ വന്നതിന്റെ ഉദ്ദേശം ഇവനോട് പറയേണ്ടി വരൂ? തൃശൂൽ, നീ വിചാരിക്കുന്നത് പോലെ ഞാനൊരു മനുഷ്യ എന്താ ശിവാനി, എന്താ നിർത്തിയത്? പറ. ദേഷ്യത്തിൽ ഞാൻ ഇവരോട് സത്യമെല്ലാം പറഞ്ഞ പിന്നെ അത് എനിക്ക് തന്നെ ബുദ്ധിമുട്ടാവും. വേണ്ട, തിടുക്കം വേണ്ട. എന്താ ശിവാനി, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ലേ? പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാ. ശിവാനി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്നെ വീട്ടിൽ കാണാതായപ്പോ നീ എന്നെ ഒരുപാട് മിസ് ചെയ്തിരുന്നില്ലേ? അതെന്തിനാ? നീ എന്നെ ഇതുവരെ പ്രണയിച്ചിട്ടേ ഇല്ലെന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് എന്തിനാ മിസ് ചെയ്യാൻ നിൽക്കുന്നേ? ഒന്ന് സമ്മതിക്ക് ശിവാനി, നിന്റെ മനസ്സിലുള്ളത് ഈ ഞാനാണെന്ന്. എന്താ അത് ഇനിയും തുറന്നു പറയാൻ പറ്റാത്തത്? ത്രിവിക്രം റോയെ കാണാതായ സമയത്ത് അവനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച് വിഷമിച്ചിരുന്നില്ലേ? വലിയ സങ്കടത്തിലായിരുന്നില്ലേ? നിന്റെ മനസ്സിൽ എനിക്കും അതുപോലൊരു സ്ഥാനം വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടായിരിക്കാം എന്നെ കാണാതായി ഞാൻ തിരിച്ചു വന്നപ്പോ നിന്റെ കണ്ണിൽ അതിനേക്കാൾ ഏറെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ കാര്യത്തില് കണ്ണീരുണ്ടായിരുന്നു. അത് പ്രണയമായിരുന്നില്ലേ? ഞാൻ നിന്റെ എതിരെ വന്നു നിന്നപ്പോ നിന്റെ ചുറ്റിലും അപ്പോ ആരൊക്കെയുണ്ട്, നീ എന്താണ് ചെയ്യുന്നത്, ഇതൊന്നും നോക്കാതെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചില്ലേ? കരഞ്ഞിരുന്നില്ലേ? തൃശൂൽ, ഇതിൽ പരം വേറെ എന്ത് വേണം ശിവാനി? നിന്റെ ഹൃദയത്തിലുള്ളത് ഈ ഞാൻ തന്നെ ആയിരുന്നില്ലേ? ഞാൻ മാത്രമായിരുന്നില്ലേ? ശിവാനി,
നിനക്ക് കള്ളങ്ങളൊക്കെ പറയാൻ സാധിക്കുമായിരിക്കും. പക്ഷെ നിന്റെ ഈ കണ്ണുണ്ടല്ലോ, അത് ഐ ലവ് യു എന്ന് മാത്രം പറയുന്നേ. നീ എന്നെ കാണുമ്പോഴൊക്കെ നിന്റെ കണ്ണീന്ന് വരുന്ന ഓരോ കണ്ണുനീർ തുള്ളിയും തൃശ്ശൂർ ഞാൻ നിന്നെ പ്രണയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് സമ്മതിക്ക് ശിവാനി, നീ എന്നെ പ്രണയിക്കുന്നുണ്ടെന്നൊന്ന് സമ്മതിക്കേ. ഒന്ന് സമ്മതിക്ക് ശിവാനി, നിന്റെ മനസ്സിലുള്ളത് ഞാനാണെന്ന് സമ്മതിക്കേ. തൃശ്ശൂർ, നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? എന്റെ മനസ്സിൽ നീ ഇല്ല. വെറുതെ വാശി പിടിക്കില്ല ശിവാനി. വാശി കാണിക്കുന്നത് ഞാനല്ല, നീയാണ് തൃശ്ശൂർ. ഈ റൂമിന്റെ വാതിലും അടച്ച് എന്നെ പുറത്തു പോവാൻ സമ്മതിക്കാതെ സംസാരിക്കല്ലേ നീ? ആരെങ്കിലും വന്ന് കണ്ട എന്താ വിചാരിക്കാന്നറിയോ? തെറ്റിദ്ധരിക്കില്ലേ അവര്? ആരും തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ല. നിനക്കിതൊന്നും മനസ്സിലാവില്ല തൃശ്ശൂർ. ഒരു പെണ്ണിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും. മുള്ളിലയിൽ വീണാലും കേട് വരുന്നത് ഇലയ്ക്കാണ്, അല്ലാതെ മുള്ളിനല്ല. പെണ്ണിന്റെ മനസ്സ് കണ്ണാടി പോലെയാണ് തൃശ്ശൂർ. നല്ല മനസ്സുള്ളവർ ആ കണ്ണാടിയിലേക്ക് നോക്കിയാ അതിൽ അവരുടെ പ്രതിബിംബം കാണാൻ പറ്റും. എന്നാൽ ദുരുദ്ദേശത്തോടെയാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അതുടഞ്ഞു പോകും. എന്റെ മനസ്സിനെ അങ്ങനെ ഉടച്ചു കളയല്ലേ തൃശ്ശൂർ. ശിവാനി, ഞാൻ നിന്റെ മനസ്സിനെ ഉടച്ചു കളയുകയല്ല, എന്റെ പ്രണയം നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാ. നമ്മൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ആരും തെറ്റിദ്ധരിക്കില്ല ശിവാനി. ഞാനും നീയും സുഹൃത്തുക്കളാണെന്ന് നീ പറഞ്ഞോളില്ലേ, അത് മതി. നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിൽ നീ പറയുന്നത് വിശ്വസിക്കുമായിരിക്കും. പക്ഷെ ത്രിവിക്രം ആണെങ്കിൽ ഇത്രയും ദിവസം നീ എന്റെ പുറകെ തന്നെയാണെന്ന് അവന് മനസ്സിലായിട്ടും പാവം അവൻ നിന്നെ സംശയിച്ചതേ ഇല്ല. ഇപ്പോഴും നീ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. അവനെല്ലാ കാര്യങ്ങളും അറിയാം. തമാശ പറയല്ലേ തൃശ്ശൂർ. അന്ന് കുടിച്ചിട്ട് വന്നപ്പോഴും ത്രിവിക്രമനോട് എല്ലാ കാര്യവും പറഞ്ഞു എന്ന് നീ എന്നോട് പറഞ്ഞായിരുന്നു. ആ കാരണം കൊണ്ട് അവനെങ്ങനെ എന്നെ സംശയിക്കുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. എന്നാ അവൻ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചതേ ഇല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന്. ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെ ശിവാനി. പക്ഷെ ത്രിവിക്രം റോയ്ക്ക് അതിനേക്കാളൊക്കെ മുൻപേ തന്നെ നമ്മുടെ കാര്യം അറിയാമായിരുന്നു. ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അവൻ തന്നെ എങ്ങനെയോ മനസ്സിലാക്കിയത്. എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ എല്ലാം പറയുകയും ചെയ്തു. ഈ പ്രണയത്തിൽ അവനേക്കാൾ സീനിയർ ഞാനാണെന്നും പറഞ്ഞു. തൃശ്ശൂർ, സത്യമാണ് നീ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യമാണ് ശിവാനി. എന്റെ ദൈവമേ, എന്താ നീ കാണിച്ചത്? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനാന്ന് പറ തൃശ്ശൂർ. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മറ്റൊരാളെ പ്രണയിക്കുന്നു എന്നൊരു സംശയം തോന്നിയപ്പോലും ആ കല്യാണം നടക്കില്ല, ഒരു കാരണവശാലും നടക്കില്ല. പറ, എന്തിനാ ഇങ്ങനെ ചെയ്തേ? എന്റെയും ത്രിവിക്രമന്റെയും കല്യാണം മുടക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? പറ. വേറൊന്നും പറയണ്ട, നീ വേറൊന്നും പറയണ്ട. എന്റെ ഈ പ്രണയ സാക്ഷാത്കാരത്തിനായി ഞാൻ എത്ര വർഷങ്ങളായി കഷ്ടപ്പെട്ടോണ്ടിരിക്കാന്ന് അറിയോ നിനക്ക്? ഓരോ നിമിഷവും ഓരോ ദിവസവും കഷ്ടപ്പെട്ടോണ്ടിരിക്കുകയായിരുന്നു. എത്രയോ കടമ്പകൾ താണ്ടിയാണ് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. എന്റെ എല്ലാ പരിശ്രമങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞല്ലോ നീ. പ്രേമം നേടിയെടുക്കുന്നതിന് എന്തുമാത്രം പ്രയത്നം വേണമെന്നറിയോ നിനക്ക്? അതും ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ പ്രണയം. നീ എന്തൊക്കെയാ പറയുന്നത് ശിവാനി? നഷ്ടപ്പെട്ടു പോയ പ്രണയം? അതെ അതെ അതെ. ശിവാനി, ശിവാനി, സോറി ശിവാനി, പ്ലീസ് ഇങ്ങനെ കരയാൻ നിൽക്കല്ലേ ശിവാനി. പ്ലീസ് ശിവാനി, നീ ഇങ്ങനെ കരയുന്ന എനിക്ക് കണ്ടു വെക്കാനാവില്ല. എന്നെ ശല്യം ചെയ്ത് ബുദ്ധിമുട്ടി കരയിപ്പിച്ച് എന്നിട്ടിപ്പോ എന്റെ കണ്ണീര് കാണാൻ പറ്റില്ലെന്ന് പറയാണല്ലോ നീ. നിനക്ക് മനസാക്ഷിയോടോ തൃശ്ശൂർ? ശിവാനി, ശരിക്കും നിന്നെ ഞാൻ കരയിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ ചെയ്തത്. മാത്രമല്ല നിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ ശ്രമിക്കല്ല. ഞാൻ എന്റെ പ്രണയത്തിന് വേണ്ടിയല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനിപ്പോ എന്താ തെറ്റുള്ള പറ? എല്ലാം തെറ്റ് തന്നെയാണ്. നീ എന്നെ പ്രണയിക്കുന്നു എന്ന കാര്യം ത്രിവിക്രമൻ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്റെ ജീവിതം എന്താകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ?
ഞാനും തെറ്റുകാരുടെ സ്ഥാനത്തല്ലേ നിൽക്കേണ്ടി വരിക? ശിവാനി, ആരും തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ല. നീ വളരെ നല്ലവളാ. നിന്നെ ആരും തന്നെ ഒന്നും പറയാനായിട്ട് ഒരു സാധ്യതയില്ലേ ശിവാനി. നീ എന്താണ്, നിന്റെ സ്വഭാവം എന്താണെന്ന് വീട്ടുകാർക്കെല്ലാം അറിയാം. ആരും നിന്നെ തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ല. നിന്റെ സമാധാനിപ്പിക്കലൊന്നും എനിക്ക് കേൾക്കണ്ട തൃശൂൽ. സുഹൃത്താണെന്ന് പറഞ്ഞ് നീ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ക്ഷമിച്ചില്ലേ? അവസാനം നീ എന്നെ തന്നെ ചതിച്ചില്ലേ? ശിവാനി, ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കല്ലേ. ഞാൻ എപ്പോഴും നിന്റെ നല്ലതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. നീ എനിക്ക് നല്ലത് വരാനാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ഈ കല്യാണം മുടക്കാൻ നീ ശ്രമിക്കില്ലായിരുന്നു തൃശൂൽ. ആ ഉദ്ദേശത്തോടെ ആയിരുന്നല്ലേ നീ വീട് വിട്ടു പോയത്? നീ ഇല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലെന്ന് നീ വിചാരിച്ചു. പക്ഷെ നിന്റെ പ്ലാൻ നടക്കില്ല എന്ന് കണ്ടപ്പോ നീ തിരിച്ചിങ്ങോട്ട് വന്നു. എന്നിട്ടിപ്പോ വേറെ പലതും ചെയ്ത് ഈ കല്യാണം നിർത്താൻ നോക്കാ നീ, അല്ലേ? അല്ല ശിവാനി, ഈ കല്യാണം നിർത്തുന്നതല്ല എന്റെ ഉദ്ദേശം. നിന്റെ മനസ്സിലെ പ്രണയം പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശം. ശിവാനി, നീ എന്താണെന്ന് ഈ വീട്ടിലുള്ളവർക്കെല്ലാം അറിയാം. പക്ഷെ നിന്റെ മനസ്സിലുള്ള പ്രണയത്തെക്കുറിച്ച് അവർക്ക് ആർക്കും അറിയില്ല. എന്റെ മനസ്സിലുള്ള പ്രണയം ത്രിവിക്രമന് വേണ്ടി മാത്രമുള്ളതാണ്. ഇല്ല ശിവാനി, നിന്റെ പ്രണയം ലഭിക്കേണ്ടത് എനിക്കാ. നേരത്തെ എന്തോ പറഞ്ഞായിരുന്നില്ലേ, നഷ്ടപ്പെട്ടു പോയി തിരികെ കിട്ടാനുള്ള പ്രണയമെന്ന്? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിന്റെ പ്രണയം എപ്പോഴാ നഷ്ടപ്പെട്ടു പോയെ? അത് പറയ് ശിവാനി, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇല്ല, അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ദേവി ഇതെന്നെ പോവാൻ വിട്. ശിവാനി, ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് പറ. തൃശൂൽ, ശിവാനി, തൃശൂൽ എന്റെ കൈവിട്. ശിവാനി പ്ലീസ് ശിവാനി, ഇവിടുന്ന് പോകല്ലേ. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നൊന്ന് പറഞ്ഞതാ. തൃശൂൽ, നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എന്നെ അകറ്റി നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഒരിക്കലും പോകരുത് ശിവാനി, പ്ലീസ്. നീ എന്റെ കൈ വിടുന്നുണ്ടോ ഇല്ലയോ? ആയിക്കോട്ടെ, വിടാം. ശിവാനി, ഒരേ ഒരു തവണ നിന്റെ മനസ്സ് പറയുന്നു കേൾക്ക്. പിന്നെ നിനക്ക് എന്നെ വിട്ടുപോകാൻ കഴിയില്ല. തൃശൂൽ, ഞാൻ ആരാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഞാൻ ഇവിടേക്ക് വന്നതിന്റെ ഉദ്ദേശം വേറെയാ, എന്റെ ലക്ഷ്യം വേറെയാ. നീ അതിന് തടസ്സം നിൽക്കണ്ട. അങ്ങനെയാണെങ്കിൽ ത്രിവിക്രമനെ വിവാഹം കഴിക്കുന്നതാണ് നിന്റെ ലക്ഷ്യം? എന്റെ പ്രണയം തിരിച്ചു പിടിക്കലാണ് എന്റെ ലക്ഷ്യം. നിന്റെ പ്രണയം എന്നത് ഞാനാ, അവനല്ല. നിന്റെ ഈ പൊട്ട വാദങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ശിവാനി, ഇതൊന്നും ഞാൻ വാദിക്കുന്നതല്ല ശിവാനി. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് വാഗൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നീ എന്തൊക്കെ ആഗ്രഹിച്ചാൽ അതൊക്കെ ഞാൻ കൊണ്ടുവരും. പ്ലീസ് ശിവാനി, ഒരു തവണ നിന്റെ മനസ്സൊന്ന് മാറ്റി നോക്ക്. തൃശൂൽ, നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? നീ എത്രയൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറില്ല, മാറില്ല, മാറില്ല. ശിവാനി, നീ ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. താഴെ മണ്ഡപത്തില് ത്രിവിക്രമന്റെ ഒന്നിനെ കാത്തിരിക്കാൻ. നീ ചെന്ന ഉടനെ തന്നെ അവൻ നിന്റെ കഴുത്തിൽ താലിയും കിട്ടും. പിന്നെ എനിക്ക് നിന്നെ നഷ്ടപ്പെടും ശിവാനി. ശിവാനി, എന്നേക്കുമായി നിന്നെ എനിക്ക് നഷ്ടപ്പെടും. തൃശൂൽ, നീ ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ച് എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കണ്ട. എന്റെ മനസ്സ് ഒരു കാരണവശാലും മാറില്ല. ശിവാനി, നീ എന്തിനിങ്ങനെ വെറുതെ വാശി കാണിക്കുന്നേ? മുഹൂർത്തം ദേ അടുത്തടുത്തിങ്ങ് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതുവരെ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല. അതുവരെ എനിക്ക് സമയമുണ്ട്. നീ ഒരേ ഒരു തവണ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തൃശ്ശൂരിൽ നിന്ന് പറ. വീട്ടുകാരോടെല്ലാം ഇപ്പൊ തന്നെ ഞാൻ എല്ലാം ചെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഇവിടെ വെച്ച് തന്നെ ഞാൻ വിവാഹം കഴിക്കാം. തൃശ്ശൂൽ, ശിവാനി, മുഹൂർത്തം ദേ അടുത്ത് വന്നുകൊണ്ടിരിക്കുക ശിവാനി. പിന്നെ നിന്നെ എനിക്ക് ഒരിക്കലും കിട്ടില്ല. എന്നേക്കുമായി നീ എന്റെ അടുത്ത് നിന്ന് അകന്നു പോവുകയും ചെയ്യും.